നിങ്ങൾ ടു ഇമോഷണലാണെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ചില സൈനുകൾ എന്ന് വേണമെങ്കിൽ പറയാം. കുറ്റബോധമില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും നോ പറയാൻ കഴിയില്ല. നിങ്ങൾ വളരെ ഇമോഷണലി ആണെന്നുള്ള ആളാണെങ്കിൽ, ഇമോഷണലായ ഒരാൾക്ക് ഒരിക്കലും കുറ്റബോധമില്ലാതെ നോ പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ മറ്റുള്ളവർക്കാണ് കൂടുതൽ ശ്രദ്ധയും കൂടുതൽ സ്നേഹവും, അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വിഷമിക്കുമല്ലോ എന്നുള്ള ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ നോ പറയില്ല പരമാവധി. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനുള്ളിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കുറ്റബോധമായി നിൽക്കുകയും ചെയ്യും. തനിച്ചായിരിക്കുമ്പോൾ ഈ ഇമോഷണൽ കൂടുതലായ ആൾക്കാർ വളരെയധികം കരയും. മറ്റുള്ളവരോടൊന്നും പറയുകയൊന്നുമില്ല. കാരണം അവർ ചിന്തിക്കുന്നത്, നമ്മൾ കരയുന്നത് കണ്ടാൽ അവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ഭയമാണ് ഈ ടു ഇമോഷണലായുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക. ഇവർ എപ്പോഴും എന്താ വെച്ചിട്ട് എല്ലാവരെയും പെട്ടെന്ന് സുഹൃത്തുക്കളായിട്ട് കരുതും. എല്ലാവരെയും അവർ സുഹൃത്തുക്കളായി കരുതുകയും അവരുടെ ഈ താൽക്കാലിക വ്യക്തികൾക്ക് വേണ്ടി അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അവരുടെ സമയവും അവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ടു ഇമോഷണലായ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ ആളുകളുമായി വളരെ നല്ല രീതിയിൽ പെരുമാറും. ദയയോടും കാരുണ്യത്തോടും സ്നേഹത്തോടൊക്കെ പെരുമാറുകയും തിരിച്ചും അതേ കാരുണ്യം, സ്നേഹം, ദയയൊക്കെ തിരിച്ച് പ്രതീക്ഷിക്കുകയും ചെയ്യും. എന്നിട്ട് ആ പ്രതീക്ഷകൾ പെട്ടെന്ന് നഷ്ടപ്പെടുകയും അത് ഈ വ്യക്തികളെ പെട്ടെന്ന് വിഷമിപ്പിക്കുകയും ചെയ്യും. ഒരു വ്യക്തി നിങ്ങളെ എപ്പോൾ മുതലെടുക്കും, അതായത് ഈ ടു ഇമോഷണലായ ആളുകളെ എപ്പോൾ മുതലെടുക്കുമെന്ന് ഈ വ്യക്തിക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. കാരണം എന്താണ്, ഇയാൾ മറ്റൊരാളെ മുതലെടുക്കുന്നത് പഠിച്ചിട്ടില്ല, അയാൾക്ക് അറിയില്ല. മറ്റൊരാളെ മുതലെടുക്കാൻ ഇയാൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തിരിച്ച് ഇയാളെ ആരെങ്കിലും മുതലെടുക്കുന്നുണ്ടോ എന്നുള്ളത് അയാൾക്ക് ഒരിക്കലും പെട്ടെന്ന് മുൻകൂട്ടി അയാൾക്കത് അറിയാൻ കഴിയില്ല. കാരണം ഇയാൾ അത്രയും എല്ലാവരെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും ഈ ടു ഇമോഷണലായിട്ടുള്ള ആളുകൾ. നിങ്ങൾ അതായത് ടു ഇമോഷണൽ ആളുകൾക്ക് വളരെ എന്താ പറയുക, മൃദുല ഹൃദയമുള്ളവരായതിനാൽ അവർ മനഃപൂർവ്വം മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല. കാരണം അവരെന്താ ചിന്തിക്കുന്നത്, മറ്റൊരാൾ എന്നെ വേദനിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനുണ്ടാകുന്ന വേദന പോലെ തന്നെയല്ലേ ഞാനൊരു ആളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരാളോട് പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന വേദന അയാൾക്ക് ഫീൽ ചെയ്യാന്നുള്ള ചിന്ത ഇയാളുടെ ഉള്ളിലുള്ളിടത്തോളം കാലം ഇയാൾ ഒരിക്കലും അങ്ങനെയുള്ള ഹൃദയം വേദനിപ്പിക്കുന്ന, ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയോ പെരുമാറുകയോ ചെയ്യില്ല. നിങ്ങളുടെ ഫീലിങ്സ് ബ്രേക്ക് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് അതിനെ ശ്രദ്ധിക്കാൻ കഴിയില്ല. അത് ഈ ടു ഇമോഷണലായിട്ടുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയതിനാൽ, അതായത് ഈ ടു ഇമോഷണലായ ആൾക്കാർ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവായ ആൾക്കാരാണല്ലോ. ചെറിയ കാര്യങ്ങളിൽ അവർ സന്തോഷിക്കും, ചെറിയ കാര്യങ്ങൾ മതി അവർക്ക് സങ്കടം വരാനും. അപ്പോൾ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലെ ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലെ ചെറിയ വ്യത്യാസം മതി ഈ ടു ഇമോഷണലായ ആളുകൾക്ക് വേദന ഉണ്ടാവാൻ. അവരോട് അത്രയും നാളും നന്നായിട്ട് പെരുമാറുകയോ നന്നായി ചെയ്തിരുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ചെറിയൊരു പെരുമാറ്റ കുറവ് അല്ലെങ്കിൽ പെരുമാറ്റത്തിൻ്റെ ചെറിയൊരു വ്യത്യാസം മതി അത് ഈ ടു ഇമോഷണലായ ആളുകൾക്ക് പെട്ടെന്ന് അത് ബാധിക്കും. നിങ്ങൾ മറ്റുള്ളവരുമായി, അതായത് ടു ഇമോഷണലായ ആളുകൾ മറ്റുള്ളവരുമായിട്ട് എന്താ പറയുക, കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ ആ സ്നേഹവും വിശ്വാസമൊക്കെ അവർ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് അവരങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവർ തിരിച്ച് പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, അവർക്കത് തിരിച്ച് കിട്ടാതാവുമ്പോൾ പെട്ടെന്ന് വിഷമം വരികയും ചെയ്യും. പിന്നെ ടു ഇമോഷണലായ ആളുകൾ എന്താ ചെയ്യുക, എപ്പോഴും എല്ലാ പ്രശ്നങ്ങളെയും അവർ സ്വയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാരണം അവർക്ക് ഈ മറ്റുള്ള ആളുകളൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല. അവർക്ക് എല്ലാവരും ഒപ്പം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് അവർ സ്വയം അവരുടെ എല്ലാം സഹിക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകളും കൂടെ സ്വയം ഏറ്റെടുത്ത് ഈ ബന്ധങ്ങൾക്കൊരു വിള്ളലോ അകൽച്ചയോ അല്ലെങ്കിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് വിചാരിച്ച് ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് എപ്പോഴും എന്താ പറയുക, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അവരിതിനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവരെപ്പോഴും ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഈ ടു ഇമോഷണൽ ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾ ടു ഇമോഷണൽ ആണോ അല്ലയോ എന്നുള്ളതൊന്ന് റീതിങ്ക് ചെയ്യുക. ഓക്കെ.